ഉല്ലാസേട്ടന് എന്താ പറയാ, പക്ഷെ ഒരിക്കലും ഞാൻ കംപ്ലീറ്റ് ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ ആരുമല്ല. കാരണം ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വൈറ്റ് ഗോൾഡ് ബാബു സാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഓക്കെ ലക്ഷ്മി നമുക്ക് ഇനോഗ്രേഷന് കൊണ്ടുവരാം എന്ന് പറഞ്ഞത് ഇതായത്. പക്ഷെ എന്നെ പറഞ്ഞോട്ടെ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഇന്നത്തെ കാലത്ത് എന്ത് നല്ല ഇന്റൻഷനോടുകൂടി ചെയ്താലും കമന്റ് ഇടാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവർ ആലോചിക്കേണ്ടത് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു ആപത്ത് എന്തെങ്കിലും വന്നാൽ നമുക്ക് വരുമ്പോഴേ സംഭവിക്കുള്ളൂ. മീൻസ് ആ വിഷമം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഉല്ലാസേട്ടനെ ഒരുപാട് പേര് എന്താ പറയാ, മുൻപത്തെ പല പാസ്റ്റും വെച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും അവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ പറഞ്ഞോളൂ. കാരണം എനിക്ക് ഏറ്റവും ആദ്യം ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കറിയാലോ. ഇപ്പൊ ഞാൻ കമന്റ് ചെയ്യാൻ ആരുമല്ല. എന്നാൽ പോലും സുധിച്ചേട്ടന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തതിന് ഇതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ മാമൻ കൊമ്പത്തായിരുന്നു. കൊമ്പത്തുനിന്ന് ഇറങ്ങാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എയറിലായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്കത് ശീലമായതുകൊണ്ട് അതും നമ്മൾ ഒരിക്കലും വേറെ ഇന്റൻഷനോട് കൂടിയിട്ടല്ല. ഇപ്പം ഉല്ലാസേട്ടനെ അങ്ങനെ നമ്മൾ ലൈം ലൈറ്റിലേക്ക് അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പൊ ഇത്രയധികം സഹായങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങിയത്. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. സോ ആരെന്ത് പറഞ്ഞാലും ഇനിയും എന്റെ കൺമുന്നിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഹെൽപ്പ് ചെയ്യും. എനിക്ക് ആരുടെയും ഭയം മുട്ടിക്കിട്ടാൻ പറ്റില്ല.